നിങ്ങൾ ഈ വാർത്ത കേട്ട് ഷോക്കായിട്ടുണ്ടാവും അല്ലേ? ഇത് ഗർഭാശയേതര ഗർഭം അഥവാ എക്ടോപിക് പ്രഗ്നൻസിൻ്റെ വളരെ റെയർ ഫോം, പക്ഷേ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫോമാണ്. അപ്പോൾ നോർമൽ പ്രഗ്നൻസിയിൽ എന്താണ് സംഭവിക്കുന്നത്? അണ്ടാശയത്തിൽ നിന്ന് വരുന്ന അണ്ടവും പുരുഷനിൽ നിന്ന് വരുന്ന ബീജവും ഫെലോപ്പിയൻ ട്യൂബിൽ ഫ്യൂഷനായിട്ട് ഒരു ഭ്രൂണം ഫോം ചെയ്ത് അത് യൂട്രൈൻ ക്യാവിറ്റിയിലേക്ക് സഞ്ചരിച്ച് വന്ന് ഇംപ്ലാന്റ് ആവണം. ഇതാണ് നോർമൽ പ്രഗ്നൻസി. പക്ഷേ ചിലപ്പോൾ ഇത് ഫെലോപ്പിയൻ ട്യൂബിൽ തന്നെ ഇംപ്ലാന്റ് ആയി കഴിഞ്ഞാൽ ഇത് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. ഫെലോപ്പിയൻ ട്യൂബാണ് ഇതിൻ്റെ ഏറ്റവും കോമൺ സൈറ്റ്. ചിലപ്പോൾ യൂട്രൈൻ ക്യാവിറ്റീൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നോർമൽ പ്രഗ്നൻസി ആവണമെന്നില്ല. ചിലപ്പോൾ സെർവിക്സിൽ ഇംപ്ലാന്റ് ആവാം, ഇല്ലെങ്കിൽ സിസേറിയൻ സ്കാർസിലെല്ലാം ഇംപ്ലാന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചില സന്ദർഭത്തിൽ ഇത് ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് പുറന്തള്ളി ചിലപ്പോൾ ഓവറിയിലോ കുഴലിലോ ലിവറിലോ സ്പ്ലീനിലോ എല്ലാം പോയി ഡെപ്പോസിറ്റ് ആവും. എവിടെ നിന്ന് ഇതിന് ബ്ലഡ് സപ്ലൈ കിട്ടുന്നോ ഈ ഭ്രൂണത്തിന് അത് അവിടെ ഗ്രോ ചെയ്യും. അങ്ങനെയാണ് ഇതിന് എക്ടോപിക് പ്രഗ്നൻസി അഥവാ ഗർഭാശയേതര ഗർഭം എന്ന് പറയുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു സ്കാൻ ചെയ്ത് ഉറപ്പുവരുത്തുക ഇത് നോർമൽ പ്രഗ്നൻസി തന്നെയാണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി എല്ലാം വന്നാൽ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നത്.